ഹലോ. എടാ നീ എണീറ്റായിരുന്നോ? ആ. ഇന്ന് നീ ഫ്രീ ആണോ? ആ. എന്നാ നമുക്കിന്ന് എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ? ആ പോവാം. എടാ ടോണീനെയും കൂടെ വിളിച്ചാലോ? എടാ ടോണീനെയും കൂടെ വിളിച്ചോട്ടെ. എന്നാ നീ ഒരു 10 മണിയൊക്കെ ആകുമ്പോ അങ്ങോട്ട് വാ. ആ വരാം. ഹലോ. എടാ നീ ഇറങ്ങിയില്ലേ ഇതുവരെ? ആ ഞാൻ ഇറങ്ങി. റോബിൻ വണ്ടി എടുത്ത് താഴെ എത്തിന്ന് പറഞ്ഞു. ഞാൻ അവൻ്റെ മേടിച്ചോണ്ട് അങ്ങോട്ട് വരാം. എത്ര നാളെന്ന് പറഞ്ഞാ ഇങ്ങനെ റോബിന്റെ വണ്ടി ഒട്ടിച്ച് കിടക്കുന്നേ? നിനക്കൊരെണ്ണം സ്വന്തമായിട്ട് എടുത്തൂടെ? അല്ല ഞാൻ ഇവിടെ പണം കഴിക്കുന്ന മരവും നട്ടിട്ടില്ലേ. അല്ല ഒരു ജോലിക്കൊക്കെ പോയി തുടങ്ങിയാ ഈ മരമൊന്നും നടേണ്ടി വരില്ല. അതെനിക്ക് ഈ വിയർപ്പിന്റെ അസുഖമുള്ള കാര്യം നിനക്ക് അറിയാലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് നമ്മൾ കല്യാണം കഴിച്ചിട്ട്. കല്യാണോ? ഓ കല്യാണം. കല്യാണമൊന്നും വേണ്ട, നമുക്ക് ലിവിങ് ടുഗദർ മതി. എന്ത് തേങ്ങയിലാവട്ടെ. അപ്പൊ നമ്മള് ഒരുമിച്ച് ജീവിക്കുമല്ലോ. അപ്പൊ നീ പണിക്ക് പോവും, ഞാൻ നിന്റെ കാര്യങ്ങൾ നോക്കും. ആ നല്ല നടക്കാത്ത സ്വപ്നം. നീ ഒന്ന് പെട്ടെന്ന് വരോ, അല്ലെങ്കിൽ വെയിലെല്ലാം കൊണ്ട് എന്റെ മേക്കപ്പ് മൊത്തവും പോകും. ഞാൻ ഇപ്പൊ വരാം. എടാ ഉച്ചയ്ക്ക് മുന്നേ വണ്ടി ഒന്ന് തിരിച്ചുകൊണ്ട് വരാൻ പറ്റുമോ? ചേച്ചീനെ ഒന്ന് വിളിക്കാൻ പോണു. എടാ അവളെയും കൊണ്ട് പോണേന്ന്. ഉച്ചയ്ക്ക് മുമ്പ് എന്തായാലും എത്തൂല. നീ കണ്ണച്ചേൻ്റെ വണ്ടി ഞാൻ എടുത്തോണ്ട് പോ പ്ലീസ്. ശരി. സിഗരറ്റ് ഇവിടെ. എന്നാ ഓക്കെ. എടാ റോബി. എടാ നിനക്കിതൊട്ടും ചേരുന്നില്ല ഏട്ടാ. സാധാരണ ഞാൻ വണ്ടി ചോദിക്കുമ്പോഴത്തേക്കും നീ 2 ചീത്ത വിളിച്ചിട്ടായിരിക്കും വണ്ടി എടുത്തത്. കഴിഞ്ഞത് കഴിഞ്ഞു. ജസ്റ്റ് മൂവ് ഓൺ മാൻ. എടാ ഞാൻ അതൊക്കെ എപ്പോഴേ വിട്ടു. നീ അത് വിട്ടിട്ടില്ലെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. വെറുതെ എന്തിനാ കള്ളം പറയുന്നത്? എടാ എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ആ അറകൻ നേച്ചർ ഒന്ന് മാറി, അത്രേ ഉള്ളൂ. പക്ഷെ ബെസ്റ്റ് തണ്ടി ഉണ്ടല്ല, അവനെ എന്നേലും എൻ്റെ കൈ കിട്ടും. കിട്ടുവളിയാ, കിട്ടും. എടി ഹായ് ബ്രോ. ഇങ്ങോട്ട് വന്നേ നീ. ഓ രഹസ്യമാണോ? നീ എന്തിനാടി അവനെ വിളിച്ചോണ്ട് വന്നത്? നീയല്ലേ പറഞ്ഞത്. ഞാൻ ഇപ്പൊ പറഞ്ഞു. നീ രാവിലെ വിളിച്ചപ്പോ പറഞ്ഞതോ? അയ്യോ ഞാൻ അത് ഉറക്കപ്പിച്ച് പറഞ്ഞതാ. അവ എന്തായാലും വന്നില്ലേ, ഇനിയിപ്പോ പറഞ്ഞു വിടാനൊന്നും പറ്റില്ല. നീ അവനെ കണ്ടില്ലേ? അവൻ നമ്മളോട് വരാൻ എന്തുമാത്രം എക്സൈറ്റഡാ. എടാ പ്ലീസ്. ഇങ്ങനെ 3 പേരായിട്ട് വന്നിട്ട് 2 പേരായിട്ട് മാത്രം പറയുന്ന രഹസ്യം പറയുന്ന അത്ര ശരിയല്ല കേട്ടോ ബ്രോ. ആളും ഭയങ്കര സൈലന്റ് ആണല്ലേ. കം ഓൺ മേഘ. ബ്രോ റേസ് വയ്ക്കുന്നോ? ശല്യം. ഓക്കേ. അനുരാഗമേ അഴകോർമ്മയേ അതിലേറെ ആനന്ദമേ. അനുരാഗമേ അഴകോർമ്മയേ അതിലേറെ ആനന്ദമേ. നീ ഒരു മഴയേകിയൻ തെളിമാനത്തിലായി
this generation, we are sensation. Hey, illa limitations and in a confusion. Hey, it's a delusion kind of situation. Hey, and for a boyfriend, I'm in an irritation. Hey. പിന്നെ പറ. പിന്നെന്താ എടാ, പിന്നെ എനിക്ക് ഉറക്കം വരണം. ഉറക്കം വരുന്ന എന്നാ വെച്ചോ. ലവ് യു. ഗുഡ് നൈറ്റ്. ആ ഓക്കെ. ഓക്കെ. അയ്യോ, തിരിച്ച് ലവ് പറഞ്ഞില്ല. താങ്കൾ വിളിച്ച വ്യക്തി മറ്റൊരു കോളിലാണ്. ദയവായി. ഹലോ പറയടാ. എടി, തിരിച്ച് ലവ് പറയാൻ മറന്നുപോയി. ആ പറഞ്ഞോ. ലവ് യു. നീ ആരെ വിളിച്ചോണ്ടിരുന്ന? എടാ, അത് ടോണിയാ വിളിച്ചത്. There are problems in the relation. I'm gonna make it more complicated. നിങ്ങൾ എവിടെയായിരുന്നാലും ഞങ്ങൾ അവിടെ ഉണ്ടാകും. Separation, you know why? 'Cause I'm the best kid. Kamuke marude nightmare. Kamuke magin na daycare. Kamuke marude nightmare. Kamuke magin na daycare. പെണ്ണാണ് നീ കണ്ണാണ് നീ പിടയും നെഞ്ചാണ് നീ മിണ്ടാതെ നീ കണ്ണിൽ നോക്കാതെ നിൻ കണ്ണാലെ എൻ പൊന്മാനെ കോപം കാട്ടാതെ നീ നീട്ടാതെ നീ മൗനം ചേർക്കാതെ നീ എൻ കാതലി വിട്ട് പോകാതെടി മായാതെടി നീ ദൂരെ. മേഘ, നാളെ എന്താ പ്ലാൻ? നാളെ നമ്മൾ മാത്രം മതി കേട്ടോ, ഇവനെ വിളിക്കണ്ട. എടാ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഇതിപ്പോ എന്താ പുതിയ ശീലങ്ങളൊക്കെ? നിനക്ക് പുതിയ ശീലങ്ങളാകുമ്പോ എനിക്കും ആവാലോ. അവനാണോ നിന്റെ പ്രശ്നം? അവൻ മാത്രമാണ് എന്റെ പ്രശ്നം. എടാ ഒന്ന് പതിയെ പറയോ, അവൻ കേക്കും. അവൻ മാത്രമാണ് എന്റെ പ്രശ്നം. എടി, ഞാൻ കുറെ നാളായിട്ട് പറയണമെന്ന് വിചാരിക്കുക. അവൻ എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. കഴിഞ്ഞ 2.5 വർഷമായിട്ട് നമുക്കിടയിൽ ഇല്ലാത്ത പ്രശ്നമാണ് ഇവൻ വന്നു കയറിയ 2 മാസത്തിനിടെ ഉണ്ടായത്. കാര്യം അവൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ആയിരിക്കാം, പക്ഷെ നമ്മളേതായിട്ടുള്ള മൊമെന്റ്സിൽ അവനെ വലിച്ചെടുത്തോണ്ട് വരരുത്. എടാ അതിന് അവൻ എന്താ ചെയ്തേ? എന്താ ചെയ്തെന്നോ? അവൻ നിന്റെ ലൈഫിൽ വന്നതിന് ശേഷം നീ എന്റെ കാട്ടി അവൻ്റെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. രാവിലെ വിളിച്ച അവൻ്റെ കൂടെ, ഉച്ചയ്ക്ക് വിളിച്ച അവൻ്റെ കൂടെ, രാത്രി വിളിച്ച 2 കൂടെ ലുടയും കളിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ തോന്നും പൊട്ടനാ. എടാ അത് അല്ലെങ്കിൽ നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പോഴത്തെ ഒട്ടുമിക്ക റിലേഷനും ബ്രേക്കപ്പ് ആവാൻ കാരണം ഒരു ബെസ്റ്റി ആയിരിക്കും. എൻ്റെ അറിവിൽ ആ ബെസ്റ്റിയാണ് ഈ ബെസ്റ്റി. എടാ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആ ഒരു പാവാ. എനിക്ക് ആ ഒരു ബ്രദറിനെ പോലെയാ. ബ്രദറിന് എന്താണ് നമ്മൾ ലവേഴ്സിൻ്റെ കാര്യം? വീട്ടിൽ പോകാൻ പറ. ശേ എടി, ഇവൻ്റെയൊക്കെ ഇന്റൻഷൻ എന്താണെന്ന് ആർക്കറിയാം? നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയില്ലേ ഞാൻ ഇതൊക്കെ പറയുന്നത്? എടാ അവൻ കൂടെ ഉള്ളപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ട് തോന്നുന്നത്. നിനക്കറിയോ, അവനൊരു ബോക്സറാ. നീ അവൻ്റെ അടുത്ത് നിന്ന് വേണം സേഫ് ആയിട്ടിരിക്കാൻ. ഇന്ന് തന്നെ ഞാൻ വന്നത് ഇവ ഇനി നമുക്കിടയിൽ വരില്ലെന്ന് പറയാനാ. അപ്പൊ അത് എവിടെയും കയറി വന്നേക്കുന്നു. എടാ ഒന്ന് പതുക്കെ പറ, അവൻ കേക്കും. വരുന്നുണ്ട്. കുറെ നേരമായല്ലോ. എനി പ്രോബ്ലം? ഒന്നുമില്ല. ബ്രോ എപ്പോഴും ഭയങ്കര സീരിയസ് ആണല്ലോ. ബ്രോനെ കുളക്കാൻ ഞാൻ ഒരു പാട്ട് പാട്ടെ. 1 2 3 4 மூச்சவ பேச்சவ பேர் சொல்லும் அழகவ எனக்குள்ள கலக்குற ஆக்சிஜன் அளவவ யாரவ யாரவனு. ഒന്ന് നിർത്തടാ. കൊള്ളൂല? കൊള്ളൂല. മേഘ ഇഷ്ടമല്ല, ഞാൻ പാടുന്നില്ല. ബൈ ദ വേ, നമ്മളെപ്പോഴാണ് കഴിക്കാൻ പോണേ? എനിക്ക് വിശക്കുന്നു. ബ്രോ, സ്മോക്കിംഗ് കാസസ് ക്യാൻസർ. ബ്രോ ഇങ്ങനെ വലിച്ച് 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 മരിച്ചെങ്ങനെ പോയാൽ മേഘയ്ക്കും ഞാനുണ്ട്. അല്ല, അവർക്ക് ഞാനുണ്ട്, എന്നാലും ബ്രോയും കൂടെ വേണമല്ലോ. ബ്രോ ഇങ്ങനെ എയർ പൊല്യൂഷൻ ഉണ്ടാക്കാൻ വന്നേ, നമുക്ക് വല്ലതും കഴിക്കാം. നീ വരുന്നില്ലേ? ഇല്ലടാ, ഞാൻ അവൻ്റെ കൂടെ വരാം. ആ, കുറച്ചോളം കൂടെ അല്ലേ വന്നു. അല്ല, എനിക്ക് വിശക്കുന്നു, പെട്ടെന്ന് വരാൻ പറഞ്ഞു. നിനക്ക് അവൻ്റെ കൂടെ വരുമ്പോഴേ സംസാരിക്കാൻ പറ്റോളാം. നിനക്ക് അവൻ്റെ കൂടെ വരുമ്പോഴേ സംസാരിക്കാൻ പറ്റോളാന്ന്. ഞാൻ എന്തോ പറയാനാ? ഞാൻ എന്തോ പറഞ്ഞാലും നീ ചാടിക്കടിക്കാനായിട്ട് വരെയില്ലേ? എന്തേലൊക്കെ പറ. എടാ നിന്റെ ഈ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം കേട്ടാ. അതിന് എന്റെ ഡ്രസ്സിങ്ങിന് എന്താ കുഴപ്പം? ഈ ഷർട്ടൊക്കെ തന്നെ കണ്ടില്ലേ, മൊത്തം കളർ ഫെയ്ഡായി. എടി,
മൈൻഡ് ഓക്കെ ആണെങ്കിലല്ലേ ഡ്രസ്സിങ് ഓക്കെ ആവുള്ളൂ. അതിനിപ്പോ നിന്റെ മൈൻഡിൽ എന്താ കുഴപ്പം? ഒന്നുമില്ല. എടാ ടോണിയുടെ ഡ്രസ്സിംഗ് ഒന്നും മിണ്ടായിരിക്കുമോ? ഏത് സമയം നോക്കിയാലും ടോണി ടോണി. ആ ഇതാനാ ഒന്ന് സംസാരിക്കാത്തെ. ഒന്നും സംസാരിക്കണ്ട. ബ്രോ മന്തി കഴിച്ചാലോ? വേണ്ട, ബിരിയാണി മതി. മേഘ വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ടോണിക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാ, അല്ലെങ്കിൽ വേണ്ട ബിരിയാണി മതി. ശരിയാ, ബിരിയാണി മതി. മന്തി നമ്മൾ എസ്റ്റർഡേ ഇവിടെ കഴിച്ചല്ലേ ഉള്ളൂ, ഞാൻ അത് ഓർത്തില്ല. വാ ബ്രോ. നീ ഇന്നലെ അമ്പലത്തിൽ പോകണമെന്നല്ലേ പറഞ്ഞേ? അമ്പലത്തിലൊക്കെ പ്രസാദമായിട്ട് മന്തിയാണല്ലേ കൊടുക്കുന്നത്? ഞാൻ അത് അറിഞ്ഞില്ല. ബ്രോക്ക് ബെസ്റ്റ് ഒന്നുമില്ലേ? ഇല്ല. വേണോ? ഇവനിത് അല്ല മേഘ, എനിക്ക് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് ബെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടോന്ന്. വേണേലും ഒരെണ്ണം ഞാൻ ബ്രോക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടാണ് അവൻ അവളോടെ പോവാൻ. അപ്പൊ നിനക്ക് അറിയാം. ഏയ് ബ്രോ അങ്ങനെയൊന്നും പോകത്തില്ല. ബ്രോ നിന്നെ പോലെ ഒന്നുമല്ല. അല്ല ഈ ടോപ്പിക് വിട്, നമ്മളെന്തിനാ ഇതിനെ പറ്റി സംസാരിക്കുന്നത്? കഴിക്ക് ബ്രോ, കഴിക്ക്. എത്രയായി ബ്രോ? 3 ബിരിയാണി അല്ലേ? 360. ബ്രോ ഒന്ന് കൊടുത്തേക്കണേ. ബ്രോ ഇനി നമ്മളെങ്ങോട്ടാ പോകുന്നേ? ഇനി എങ്ങോട്ടും പോണില്ല, വീട്ടിൽ പോവാം. എന്നാ ബ്രോ വീട്ടിൽ പോക്കോ. നമ്മളിനി എങ്ങോട്ടാ മേഘ പോകുന്നത്? മേഘയും ഇനി എങ്ങോട്ടും പോണില്ല. സി മിസ്റ്റർ സച്ചിൻ, അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല, മേഘയാണ്. ബെസ്റ്റീസ് ആയ ഒരു ആണും പെണ്ണും ഒരുമിച്ച് കറങ്ങാൻ പോയാൽ എന്താണ് തെറ്റ്? ഒരുമിച്ച് ഒരു രാത്രിയിൽ വെച്ചാൽ എന്താണ് തെറ്റ്? എടാ നീ എന്തൊക്കെയാ പറയുന്നത്? നോ മേഘ, എന്നെ തടയരുത്, എനിക്ക് സംസാരിക്കണം. ഇതുപോലുള്ള ടോക്സിക് ബോയ് ഫ്രണ്ട് കാരണം ഒട്ടുമിക്ക റിലേഷൻഷിപ്പ് തകർന്നു പോകുന്നത്. ആഹാ, എന്നിട്ടെന്താ? കുറ്റം മുഴുവൻ ഒന്നും ചെയ്യാത്ത പാവം ബെസ്റ്റുകളല്ലേ? ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ബ്രോ അങ്ങനത്തെ ടോക്കൊന്നും വേണ്ട. ഹലോ ഹലോ. എടാ ഞാൻ നമ്മളെ അഭിരാമിയെ കണ്ട്. ഏത് അഭിരാമി? എടാ പണ്ട് എന്നെ പ്രപ്പോസൽ ചെയ്തിട്ടുള്ള അഭിരാമി ഇല്ലേ? ആ അഭിരാമി. നമ്മള് പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരുന്നു. നിന്റെ പിറകെ നടന്നതും നിന്നെ പ്രപ്പോസ് ചെയ്തതല്ല. പിന്നെ നിന്നെ തിരക്കിയെന്ന് പറയാൻ പറഞ്ഞു കേട്ടോ. എന്നാ അവളുടെ അടുത്ത് അങ്ങനെ എസ് പറഞ്ഞാൽ മതിയായിരുന്നു. അതെന്താടാ അങ്ങനെ ഒരു സംസാരം? എടാ ഇന്ന് നമ്മൾ കറങ്ങാൻ വന്നില്ലേ, അവള് നോക്കിയപ്പോ അവളെ ബെസ്റ്റിയെ വിളിച്ചോണ്ട് വന്നു. സച്ചിനെ, എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, ആ ബെസ്റ്റിയെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഒഴിഞ്ഞു പോണ്ടേ നാശം. നാശത്തിലേക്കാണ് എന്റെ പോക്ക് മേഘ. അയാളെ പോലെ ടോക്സിക് ആളുമായിട്ട് എന്തിനാണ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? യു ബെറ്റർ ബ്രേക്കപ്പ് ചെയ്യാം. അല്ലെങ്കിൽ അയാൾ നിന്നെ ഒട്ടും ഡിസേർവ് ചെയ്യുന്നില്ല. മേഘയെ ഡിസേർവ് ചെയ്യുന്ന ഒരുപാട് നല്ല ആളുകളാണ് എന്നെ പോലെ. പിന്നെ മേഘയ്ക്ക് അറിയാലോ, ഞാൻ എന്ത് പറഞ്ഞാലും അത് മേഘയുടെ നല്ല തന്നെ. എടാ ഞാൻ നിന്നെ വിളിക്കാം, നീ അപ്പോൾ അങ്ങോട്ട് കയറിയാൽ മതി. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ആരാ വിളിച്ചേ? റോബിന്. വണ്ടി ചോദിച്ച് വിളിച്ചാണോ? അല്ല, അല്ലാതെ വിളിച്ചത്. എടാ അപ്പൊ ഇപ്പൊ ഓക്കെ ആണോ? ആ ഇപ്പൊ കുഴപ്പമില്ല. ആക്ച്വലി റോബിനും ജാൻവിയും തമ്മിൽ ബ്രേക്കപ്പ് ആവാൻ എന്താ കാര്യം? അവർ തമ്മിലുള്ള ഇഷ്യൂ എന്താ? അത് നീ കേക്കണം. അവരുടെ നല്ല സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടുന്ന റിലേഷൻ ആണേ. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ബെസ്റ്റി. ആര്? ബെസ്റ്റി. അതിനിപ്പോ ബെസ്റ്റി വന്നതിന് എന്താ പ്രശ്നം? എടി നിനക്കറിയാലോ, അവൻ അവളെന്ന് വെച്ചാൽ ജീവനായിരുന്നു. അവള് വന്നതിന് ശേഷമാണ് അവന് പഠിക്കണം, ജോലി വാങ്ങണം എന്നുള്ളൊരു ബോധം തന്നെ വന്നത്. അങ്ങനെ നല്ല രീതിക്ക് ആ റിലേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ ബെസ്റ്റ് കയറി വന്നത്. എന്നിട്ട് ഇവൻ ഇവിടെ എന്താണോ ചെയ്യുന്നത് അതെല്ലാം ആ ബെസ്റ്റ് അവിടെ ചെയ്തു. അവന് കിട്ടേണ്ട സ്നേഹം, അവനോളായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം എല്ലാം ആ ബെസ്റ്റ് കൊണ്ടുപോയി. എന്നിട്ട് അവരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി അവർ കഥ ഉണ്ടാക്കി പറഞ്ഞു. ഒരു ലിങ്ക് കഥ. ലിങ്കോ? ആ ലിങ്ക് ആ ബെസ്റ്റ് ജാനുവിടെ ചെന്ന് പറഞ്ഞ് ആ ബെസ്റ്റിയുടെ ഏതോ കൂട്ടുകാരിക്ക് റോബിന് എന്തോ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടോ. എന്ത് ലിങ്ക്? എടി മറ്റത്. അവൻ അത്രയ്ക്ക് വൃത്തികെട്ടാനാണോ? അല്ല, അവൻ അത്ര വൃത്തികെട്ടവനല്ല, പക്ഷെ ആ ബെസ്റ്റ് വൃത്തികെട്ടവനാ. റോബിനെ എനിക്ക് പണ്ടോട്ടെ അറിയാം. അവൻ ജാനുയോടല്ലാതെ വേറൊരു പെണ്ണിനോട് സംസാരിക്കുന്ന പോലെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇല്ല ലിങ്ക് അയച്ചു കൊടുക്കാൻ പോകണം. ഇതാ ബെസ്റ്റ് ഉണ്ടാക്കിയ കഥ തന്നെ. അതങ്ങനെ ബ്രോക്ക് പറയാൻ പറ്റും? മേ ബി അയാൾ ആ ലിങ്ക് അയച്ചിട്ടുണ്ടെങ്കിലോ? അല്ലെങ്കിൽ ഞങ്ങൾ ബെസ്റ്റീസ് കള്ളം പറയാറില്ല. അതോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ പെങ്കൊച്ച് നിന്നെ വിശ്വസിച്ചു. നീയൊക്കെ വിശ്വസിപ്പിക്കുമല്ലോ. ബ്രോ അനാവശ്യം പറയാം. അനാവശ്യം കാണിക്കാം. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും കൂടെ? സച്ചിൻ എന്താ എന്റെ പ്രശ്നം? ഇവനാണ് എന്റെ പ്രശ്നം. മേഘ എനിക്കിപ്പോ അറിയണം, നിനക്ക് ഇവനെ വേണോ അതോ എന്നെ വേണോ? എനിക്കങ്ങനെ ഇന്ന ആളാണ് വലുതൊന്നൊന്നുമില്ല. ഇവ എന്റെ ബെസ്റ്റ് ഫ്രണ്ടും നീ എന്റെ പാർട്ട്ണറുമാണ്. എനിക്ക് രണ്ടുപേരും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പോവേണ്. മേഘ ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ഞാൻ ബസ്സിൽ പൊക്കോളാം. ബ്രോക്ക് സമാധാനമായല്ലോ. ബ്രോ പറഞ്ഞോട് പാവന്റെ മേഘ ബസ്സിൽ കയറി പോകാൻ പോകണം. ഇനി ഞാൻ നിന്നോട് വയ്ക്കുന്ന ഞാനും. ബ്രോ കേട്ടായിരുന്നല്ലോ അല്ലേ, ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്.
That toxic guy. What do you want, you bloody hell of a male chauvinist? ഡേ കള്ളായി ആരുമില്ലേ? ആദ്യം എൻ്റെ കണക്ക് തീർക്കട്ടെ. ഓർമ്മയുണ്ടോടാ എന്നെ? ജാൻവിയുടെ നിന്റെ അമ്മായിയമ്മയ്ക്കാണോടാ ഞാൻ ലിങ്ക് വെച്ച കള്ള കടയാടി മോനെ. ഒരു ലിങ്ക് കയറ്റി നീനെങ്കിലും പൊളന്നളയെന്ന് വിചാരിച്ചടാ. ഞാൻ മാറും ആണെന്ന് കരുതിയോടാ നീ. ഓൻ്റെ കോപ്പിലൊരു ഫോണും. ഇനി ഏതേലും റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ കയറി ബെസ്റ്റ് കളിക്കുന്നതിന് മുമ്പ് ഈ അടി നിനക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം കേട്ടോ. ഡ്യൂപ്ലിക്കേറ്റിന്റെ ബെസ്റ്റിയുടെ മോനെ. ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. എന്തൊരാശ്വാസം, എന്തൊരാശ്വാസം ഒന്ന്. ഇനി നീ പോയി നിന്റെ കണക്ക് കയറി. ബ്രോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഡോണ്ടു നോക്കുമ്പോ തലേ കയറി നിരങ്ങുന്നോ? യു നോ വാട്ട്, ഐ എം ബോക്സർ യു സൺ. വേണ്ട, എടാ നീ വീടെത്തിയാ? ഞാൻ വീടെത്തിയപ്പോ നമ്മുടെ മിട്ടുപൂച്ച ഉണ്ടല്ലോ. അവളുടെ അമ്മൂമ്മയുടെ മിട്ടുപൂച്ച. അവൾ എന്നെ വിളിച്ചില്ല, പക്ഷെ നിന്നെ വിളിച്ച്. ഇതുപോലെ എന്നെ വിളിക്കുന്ന സമയം മൊത്തം അവളിപ്പോ നിന്നെയാണ് വിളിക്കുന്നത്. എടാ, നീ അവളെ ലൈഫിൽ വരുന്നതിന് മുമ്പ് ഒരു ദിവസം 10-12 തവണ അവളെ എന്നെ വിളിക്കുമായിരുന്നു. ഇപ്പൊ ആഴ്ചയിൽ 1-2 തവണ വിളിച്ചാലായി. അല്ല, എനിക്ക് അറിയാൻ മേലെ എന്നിട്ട് ചോദിക്കാം, നിനക്കൊക്കെ ഒരു റിലേഷൻ നല്ലല്ലോ പോകുന്ന കാണുമ്പോൾ എന്താ കടിക്കോ? അതിൻ്റെ ഇടയിൽ കയറി കുത്തിതിരിപ്പ് ഉണ്ടാക്കുമ്പോൾ എന്ത് സന്തോഷമാണ് കിട്ടുന്നത്. ഇവിടെ ജെനുവിനായിട്ട് എഫേർട്ട് ഇട്ട് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട പെണ്ണിനെ എങ്ങനെയെങ്കിലും സെറ്റ് ആക്കുമ്പോഴത്തേക്കും നിന്നെ പോലുള്ള ബെസ്റ്റുകൾ അവളുമാരെ വന്നാൽ കൊണ്ടുപോകും. അപ്പൊ നമ്മളൊക്കെ എന്താ പൊട്ടന്മാരാ? ഇത്രയും നാൾ ലൈനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പൊ ബെസ്റ്റ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവരുടെയൊക്കെ വീട്ടുകാർക്കില്ലാത്ത അധികാരമാണ് നിനക്കൊക്കെ. സ്വന്തം തന്ത പറഞ്ഞ കേട്ടില്ലെങ്കിൽ അവളുമാര് നീയൊക്കെ പറഞ്ഞ കേൾക്കും. എടാ, എല്ലാ റിലേഷൻഷിപ്പിനും അതിൻ്റെതായ ലിമിറ്റേഷൻസും ബൗണ്ടറീസും ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കി നിന്നാൽ നിനക്ക് കൊള്ളാം. അല്ലാതെ ഇനി ഏതെങ്കിലും പെമ്പിള്ളാരെ ലൈഫിൽ കയറി ഇങ്ങനെ മേഘ കഴിച്ചോ, മേഘ കുളിച്ചോ, മേഘ എല്ലാം നിന്റെ ഇഷ്ടം, അവന്റെ അമ്മമ്മയുടെ മേഘ. ഇനി ഇടിക്കല്ലേ? അപ്പൊ നിനക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാം അല്ലടാ കള്ള സ്കിബിടി. അത് പിന്നെ ബ്രോ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തെ പൂക്കീസിന് ഇഷ്ടപ്പെടുള്ളൂ.
നീ ഇത്ര ചീപ്പാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരുമാതിരി റൗഡികളെ പോലെ. ആ അടി അവൻ ഡിസർവ് ചെയ്യുന്നുണ്ട്. നിനക്കെന്താ വട്ടാണോ സച്ചിനെ? അവനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? നിനക്കെന്തിനാ അവൻ്റെ കൂടെ ഇത്ര ദേഷ്യം? അവൻ എൻ്റെ ബെസ്റ്റ് ആയതുകൊണ്ടാണോ നിന്നേക്കാൾ ഇമ്പോർട്ടൻസ് ഞാൻ അവന് കൊടുക്കുന്നതുകൊണ്ടാണോ? എടാ ഒന്നുമില്ലെങ്കിലും ഈ സിറ്റുവേഷൻഷിപ്പും ഡെലിവറിഷിപ്പും ഉള്ള കാലത്ത് നിന്നെ റിലേഷൻഷിപ്പ് ആയിട്ടെങ്കിലും കണ്ടില്ലേ? അല്ല ഞാൻ ഇത് ആരോടാ പറയുന്നേ? നീ ഇപ്പോഴും പഴയ ആൾക്കാരുടെ മൈൻഡ് സെറ്റാ. ഈ ഒരു ജനറേഷന് പറ്റിയ പയ്യനേ അല്ല. ഏത് നേരത്താണോ എന്തോ ഇവൻ്റെ അടുത്ത കേസ് പറയാൻ തോന്നി. സച്ചിനെ, എനിക്കിതിനി മുന്നോട്ടുണ്ടോകാൻ താല്പര്യമില്ല. ലെറ്റ്സ് ബ്രേക്കപ്പ്. നിനക്ക് പോണെങ്കിൽ പോവാ. നീ പറഞ്ഞ പോലെ ഈ സിറ്റുവേഷൻഷിപ്പും ഡെലിവറിഷിപ്പും എല്ലാം മനസ്സിലാക്കുന്ന ഒരാൾ നിന്റെ ലൈഫിൽ വരട്ടെ. എനിവേ ബൈ. നീ ഒരു മഴയേകിയൻ തെളിമാനത്തിലായി നനവായി ഞാനതിലലിയുമ്പോൾ നീ നറുചിരി തൂകി മാഞ്ഞോ നിനവായി. സച്ചിൻ, എന്നെ മനസ്സിലായോ? അവരാ